ഹായ് ഹലോ വെൽക്കം ടു മാളു സ്പീക്കിംഗ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ഇന്ന് 8ാം ഉത്സവ ദിവസമാണ്. അപ്പം ഇന്ന് ഞാൻ ഒരു കറക്കമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 8ാം ഉത്സവ ദിവസത്തിൻ്റെ അന്ന്, പൊങ്കാലയുടെ തലേ ദിവസത്തിൻ്റെ അന്ന് നമ്മുടെ ഈസ്റ്റ് ഫോർട്ട് തൊട്ട് നമ്മുടെ കൊഞ്ചറാവള വരെ നേരെ റൂട്ട് കൊഞ്ചറാവള വരെ ഭയങ്കര അടിപൊളിയാണ്. ഒരുപാട് കടകളാണ്. നടന്ന് കടകൾ കാണാൻ പറ്റുന്ന ഒരു ഇതാണ്. ഞാൻ എല്ലാ വർഷവും അങ്ങനെ കറങ്ങാറുണ്ട്. അപ്പോൾ ഈ വർഷവും ബേബി ഉള്ളതുകൊണ്ട് അങ്ങനെ നമുക്ക് പോകാനായിട്ട് പറ്റില്ല. എന്നാലും എന്താ പറയുക, ഘട്ടം ഘട്ടമായിട്ട് ഓരോ സ്ഥലത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ്. അമ്പലത്തിന് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങണമെന്നുണ്ട്. തിരക്കില്ലെങ്കിൽ അവിടെ പോകാം, ഇല്ലെങ്കിൽ ഞാൻ മണക്കാട് പോയിട്ട് ഈ സ്പോട്ടൊക്കെ ഒന്ന് കറങ്ങി. ഇത്തവണ ഞങ്ങൾക്ക് പൊങ്കാല ഇല്ല. അപ്പം എനിക്ക് കുറച്ച് ചട്ടിയൊക്കെ വാങ്ങണം. എൻ്റെ ചെറിയ ബേബി വിഷുവിന് ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് നല്ല അടിപൊളി കുഞ്ഞു മൺചട്ടികളൊക്കെ വാങ്ങണമെന്നുണ്ട്, മൺകലങ്ങൾ വാങ്ങണമെന്നുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി നിമിഷം കാണാം. ഞാൻ എല്ലാ പ്രാവശ്യവും പൊങ്കാലയുടെ തലേ ദിവസം ഞാൻ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടാറുണ്ട്, ഞാനിങ്ങനെ കറങ്ങാൻ പോവാണെന്ന്. കഴിഞ്ഞ വർഷം അങ്ങനെ പോകാനായിട്ട് പറ്റിയില്ല. എന്നാലും ഞാൻ കറങ്ങി കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്കും ഞാനൊരു കറക്കം കറങ്ങി. അമ്മയടുത്ത് പറഞ്ഞു എന്നെ ജംഗ്ഷൻ വരെ ഒന്ന് പതിയെ വണ്ടിയിൽ കൊണ്ടുപോയി കാണിച്ചു. എനിക്ക് 2 മാസം ആകേ ഉള്ളൂ. 2 മാസം തുടങ്ങിയോന്ന് പോലും എനിക്കറിയില്ല. ഭയങ്കര സ്റ്റാർട്ടിങ് സ്റ്റേജ് ആയിരുന്നു. അപ്പം ഞാൻ പതിയെ നടന്ന് ഞാൻ ഏകദേശം കടയൊക്കെ കണ്ട് സാധനമൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പം ഇത്തവണ എൻ്റെ ബേബി വീട്ടിലിരിക്കുകയാണ്. ഈ തിരക്കിൽ എന്തായാലും അവനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവനെ രാത്രി ഇറങ്ങി ഈ സൈഡിലുള്ള ലൈറ്റ്സൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം അവനെ കൊണ്ടൊന്നും പറ്റില്ല. അടുത്ത തവണ അവനെയും കൊണ്ട് എല്ലാ കടകളിലും കറങ്ങും. അപ്പം ഞാനിപ്പോൾ മണക്കാട് അമ്മാമ്മയുടെ വീട്ടിൽ സ്കൂട്ടി കൊണ്ടുവച്ചിട്ട് ആ ഏരിയയിലൊന്ന് കറങ്ങി കുറച്ച് സാധനമൊക്കെ വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്കിനി അവിടെ പോയ വിഷയം കാണാം. ചിലപ്പോൾ ഞാൻ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പം നമുക്ക് കറങ്ങാൻ പോകാം. ഞാൻ ആദ്യം അട്ടക്കുളങ്ങര റൂട്ടാണ് വെച്ച് പിടിക്കാനായിട്ട് ഉദ്ദേശിക്കണത്. റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കണ്ടത് ഈ ഭരണിയുടെയും ഗ്ലാസിൻ്റെയൊക്കെ കടയാണ്. അവിടെ നിന്ന് ഞാൻ 2 ഭരണി അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയിരുന്നു. പിന്നെ ചട്ടിയും കലത്തിനായിരുന്നാലും റോഡിൽ ഒരുപാട് വഴിയോര കടകളുണ്ട്. തെരളിയില, പൊങ്കാലയ്ക്ക് അടുപ്പ് കൂട്ടാനുള്ള കല്ല്, പൊങ്കാല സാധനങ്ങൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുപാട് കുഞ്ഞു വഴിയോര കടകളുണ്ട് കേട്ടോ. മാലയും കമ്മലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. പിന്നെ ഈ സ്പോട്ടിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ ആദ്യം ആറ്റോ പൊങ്കാല പ്രമാണിച്ച് ചട്ടിയും കലമൊക്കെ ഇറക്കിയത് ഈ ഭാഗത്താണ്. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ മോന് വേണ്ടിയിട്ട് ഷോർട്ട്സും പാൻറ്റും ഇങ്ങനെ 4 100 രൂപ, 10 100 രൂപ, 5 100 രൂപ, പലരും പല വിലയ്ക്കാണ് കേട്ടോ വിൽക്കുന്നത്. ഇവിടെ നിന്ന് വാങ്ങിച്ച അതേ സംഭവങ്ങൾ 5 100 രൂപയാണെങ്കിൽ പിന്നെ വേറൊരു സ്ഥലത്ത് പോയി 10 100 രൂപയായിരുന്നു. പിന്നെ എൻ്റെ മോന് വേണ്ടിയിട്ട് ഈ സംഭവം ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊരി വാങ്ങി. പിന്നെ 2 കുഞ്ഞു കലങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കമ്മലൊക്കെ നോക്കി. എനിക്ക് എന്തോ പണ്ടത്തെ പോലെ ആ ഒരു ഇയറിങ്സിനോടുള്ളൊരു ക്രേസ് ഇല്ല. എനിക്കിഷ്ടമാണ്, പക്ഷെ ഞാനിപ്പോൾ നോക്കിയും കണ്ടൊക്കെ എല്ലാം വാങ്ങാറുള്ളൂ, വെറുതെ കാശ് കളയാനായിട്ട്. ഞാൻ അങ്ങനെ എല്ലാം കണ്ടോണ്ടേ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോഴൊരു ഭംഗിയാണ്. നമുക്കത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്തെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഭംഗി ഉണ്ടാവത്തില്ല. പിന്നെ പ്രൈസും അതിനനുസരിച്ച് ആ മോഡലിനനുസരിച്ച് ഭയങ്കര റീസണബിൾ ആയിട്ടൊന്നും ചില കടകളിൽ എനിക്ക് തോന്നാറില്ല. വെറൈറ്റി കളറും അത്രയും റയറായിട്ടുള്ള ഡിസൈനൊക്കെ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വാങ്ങും. അങ്ങനെ ഒരു റൗണ്ട് കഴിഞ്ഞ് ഞാൻ അമ്മാമ്മയുടെ വീട്ടിൽ ഒരു ഫുഡും കഴിച്ച് ഞാൻ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. മണക്കാട് തൊട്ട് നമ്മുടെ അമ്മൻകോവിൽ ജംഗ്ഷൻ വരെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെയും ഇതുപോലെ ഭരണിയുടെയൊക്കെ ഒരുപാട് കടകളുണ്ട്. ഞാൻ നേരത്തെ വാങ്ങിച്ച കടയേക്കാളും അവിടെ കുറച്ച് വില കൂടുതലായിരുന്നു കേട്ടോ. നമ്മുടെ മണക്കാട് ജംഗ്ഷനിലുള്ള കടയിൽ അവിടെ ഈ പൊങ്കാല സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കടകളിൽ ഇങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങാണ്. പിന്നെ ഈ ഒരു സംഭവം കുഞ്ഞു മുറം അത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി വാങ്ങി. പിന്നെ ഈ ഒരു ട്രെയിൻ ഏതെടുത്താലും ടോയ് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ട്രെയിൻ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ മോന് വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. മിക്കവാറും എല്ലാ സ്ഥലത്തും പൊങ്കാല സാധനങ്ങൾ തന്നെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ പൂവ്, പല രീതിയിലുള്ള പൂവ്. ഞാൻ പിന്നെ അമ്പലത്തിലൊന്നും പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ പൂ വാങ്ങാത്തത്. പിച്ചിയായിരുന്നാലും മുല്ലയായിരുന്നാലും ഇടയ്ക്ക് റോസാപ്പൂവൊക്കെ വെച്ച് കെട്ടിയിട്ട് കനകാമ്പരം മിക്സ് ചെയ്ത് അങ്ങനെ പല സൈസിൽ നമുക്ക് പൂ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ സാധാരണ വാങ്ങുന്നതിനേക്കാളും പൂ അവിടെ വില കുറവുമാണ് കേട്ടോ. ഒരു മുഴത്തിന് 40 രൂപയാക്കി. ആദ്യം 60 പറഞ്ഞു, പിന്നെ 50 ആക്കി, 40 ആക്കി, പിന്നെ രാത്രി ആയപ്പോഴത്തേക്ക് അത് 30 ആയി. ചെറിയ ഇയറിങ്സ് ആണ് എല്ലാ ഇയറിംഗ് സ്റ്റാൻഡിലും ഞാൻ കാണുന്നത്. അത് ഞാൻ തൊഴുവൻകൂട് ഉത്സവത്തിന് പോയപ്പോൾ തന്നെ ആവോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ട മാങ്ങ ആ അമ്മൂമ്മയുടെ നിന്ന് ഞാൻ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോയി വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന് കുറേ നേരം ചെറിയ ബേബിയൊക്കെ ആയിട്ടിരുന്ന് അവനൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഈവനിങ് നമ്മുടെ ചെറമുക്ക് സൈഡ്, ആറ്റുകാൽ സൈഡൊക്കെ ഒന്ന് ഇറങ്ങി അവിടെയുള്ള കടകളൊക്കെ എങ്ങനെയുണ്ടെന്ന്
എന്നറിയാനായിട്ട്. അവിടെ ആസ് യൂഷ്വൽ പോലത്തുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ആ സ്ഥലത്തൊക്കെ ഒരുപാട് അന്നദാനം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആറ്റുകാൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഭാഗത്തൊക്കെ അന്നദാനം ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ മേടമുക്ക് ഭാഗത്തും അമ്മൻകോവിൽ ജംഗ്ഷനിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അടുത്തടുത്തായിട്ട് അന്നദാനമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ലഘുഭക്ഷണ വിതരണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. രാത്രിത്തെ ഫുഡ്, അതിൽ ഇടിയപ്പം, ഫ്രൈഡ് റൈസ്, ഇഡ്ഡലി, അങ്ങനെ പല രീതിയിൽ ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വാങ്ങണം എന്നുള്ളത് എൻ്റെ കുറച്ച് ദിവസത്തെ ആഗ്രഹമായിരുന്നു. അവിടെ സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ കണ്ണാടി എടുക്കത്തില്ല, അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള മോഡൽസ് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എനിക്ക് ഗ്ലാസ് വാങ്ങി, എൻ്റെ ബ്രദറിന് വാങ്ങി, എൻ്റെ ചെറിയ ബേബിക്ക് ഞാനൊരു കുഞ്ഞ് ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും നടക്കുകയാണ്. പിന്നെ അമ്പലത്തിൻ്റെ സൈഡിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ പോയിട്ട് വന്നിട്ട് ആളുകൾ പറയുന്ന തിരക്കിൻ്റെ കാര്യം കേട്ടപ്പോഴത്തേക്കും പിന്നെ അങ്ങോട്ട് അടുക്കാനേ തോന്നിയില്ല. പിന്നെ ഞാൻ ആറ്റുകാലിൻ്റെ അടുത്തിരിക്കുന്ന അയ്യപ്പൻ കോവിലിൻ്റെ സൈഡിലോട്ട് പോയി കേട്ടോ. അവിടെ പൊങ്കാലയൊക്കെ എനിക്കിങ്ങനെ വലിയ സ്ഥലത്തെ അടുപ്പൊക്കെ പിടിച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇയറിങ്സ് വാങ്ങി, നെക്ക് പീസ് വാങ്ങി, ചോക്കറാണ് കേട്ടോ. അതിൽ തന്നെ ഇയറിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടെ വച്ചിരിക്കുന്നത് ഈ കമ്മലൊക്കെ ഉണ്ടല്ലോ, ഇത് അമ്പലത്തിൻ്റെ സൈഡിൽ കുറച്ചും കൂടെ വില കുറവാണ്. സോ അതുകൊണ്ട് ഞാൻ അവരിൽ നിന്ന് വാങ്ങിയില്ല. എനിക്ക് ഓൾറെഡി വില അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. പിന്നെ വീണ്ടും ഇതുപോലെ ഞാൻ സൺഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഫ്രെയിം വരുന്ന ആ ഒരു ഗ്ലാസ്, ഇതൊക്കെ ഞാൻ വാങ്ങി. പിന്നെ വീണ്ടും ഞാൻ വീട്ടിലോട്ട് നടക്കുകയാണ്. എനിക്കിന്ന് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ട്. നൈറ്റ് ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ അത് വേഴ്സനായി. ഞാൻ തണുപ്പ് കഴിച്ചില്ല, ഒന്നും ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നെന്ന് മാത്രം എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ തെരളി ഇലയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് കടകളിൽ നമുക്കത് എടുത്തിട്ട് റബ്ബർ ബാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കൊമ്പോടുകൂടി വാങ്ങിയിട്ട് അതിൽ നിന്ന് നല്ല ഇല നോക്കി സോർട്ട് ഔട്ട് ചെയ്ത് എടുക്കുന്നത് തന്നെ ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഇത് നമ്മുടെ ആറ്റുകാലിൻ്റെ അടുത്തുള്ള അയ്യപ്പൻ ക്ഷേത്രത്തിലെ അവിട്ടം തിരുനാൾ ഗ്രന്ഥശാല മണ്ഡപത്തിന് ഫ്രണ്ട് സൈഡിലാണ് കേട്ടോ. എന്തോരം അടുപ്പുകളാണ് ഇവിടെ തന്നെ, 10-50 കൂടുതൽ അടുപ്പുകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഇത് അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡാണ്. പിന്നെ ഞാൻ ഒരു മോതിരം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈവിലൈസ് വരുന്ന റിങ്. അത് ഞാൻ വാങ്ങിയപ്പോൾ സ്ഥിരമായിട്ട് കയ്യിലിടാമെന്ന് വിചാരിച്ചു. കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നും പിന്നെ ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ഒരുപാട് പേരാണ് ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോലെയല്ല, പല സ്ഥലത്തു നിന്ന് നല്ല രീതിയിൽ കഴിയുന്നവരാണ് ഇവിടെ വന്ന് ഇങ്ങനെ റോഡ് സൈഡിലും പല പല സ്ഥലങ്ങളിലും ആയിട്ട് പേപ്പറും പിന്നെ ചെറിയ ഷീറ്റും തോർത്തും ഒക്കെ വിരിച്ചിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ദേവിക്ക് വേണ്ടിയിട്ട് പൊങ്കാല ഇടാനായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത്. അപ്പം ദേവിയുടെ അനുഗ്രഹം ആദ്യം അവർക്ക് തന്നെയായിരിക്കും കേട്ടോ കിട്ടുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് അത്രയും പാടുപെട്ട് പൊങ്കാലയൊക്കെ ഇടുന്നത്. അപ്പം അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ദേവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ വരുന്നവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. ആ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് ഈ കട്ടൻ കാപ്പിയാണ് ഞാൻ കുടിക്കുന്നത്. കട്ടൻ കാപ്പി മാത്രമല്ല, ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ വാട്ടർ ഫൗണ്ടൈന് 12,000 13,000 ഒക്കെയാണ് റേറ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ എൻ്റെ കറക്കം ഏകദേശം ഒന്നായി. ഞാനിപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണേ. വണ്ടി ഒരു സ്ഥലത്താണ് പാർക്ക് ചെയ്ത് വെച്ചത്. ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇനി വീട്ടിൽ പോയിട്ട് കാണാം. അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ ചെറി ബേബി ആയിട്ട് നമ്മുടെ വീട്ടിൻ്റെ അവിടെയുള്ള കുറച്ച് ലൈറ്റ്സൊക്കെ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ തളിയൽ ഭാഗത്തോട്ട് പോയി. കഴിഞ്ഞ തവണ ഈ ലൈറ്റും ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. ഇവിടെയൊക്കെ പൊങ്കാല ഉണ്ടെന്നുള്ള രീതിയിൽ പോലും ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ റോഡ് സൈഡിൽ നല്ല അടുപ്പൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്, ലൈറ്റ്സൊക്കെ ഓണായി. പിന്നെ 2 ജംഗ്ഷനിൽ തന്നെ അടുത്തടുത്തായിട്ട് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആറ്റുകാൽ സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് അതൊക്കെ കഴിഞ്ഞു. പക്ഷെ ഒരുപാട് പേര് പല പല സ്ഥലത്തായിട്ട് ഇങ്ങനെ ജംഗ്ഷനായിട്ട് ദേവീൻ്റെ ഇതുപോലത്തുള്ളൊരു സ്റ്റേജ് ചെയ്തിടും. അപ്പം അവിടെ എല്ലാവരും വന്നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അമ്പലത്തിൻ്റെ സൈഡിൽ പോയി, പക്ഷെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തത്. എനിക്ക് ഇറങ്ങാൻ പോലും പറ്റിയില്ല. ഇനി നാളെ ഞാൻ അമ്പലത്തിൻ്റെ സൈഡിൽ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും 9ാം ഉത്സവ ദിവസം പൊങ്കാല ദിവസത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ നാളത്തെ ദിവസമായിട്ട് കാണാം. ബൈ.